السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد عباد الله أوصيكم وإياي بتقوى الله. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ കൽപ്പനകളെല്ലാം സ്വീകരിച്ച് അള്ളാഹു വിരോധിച്ച വിഷയങ്ങളെല്ലാം ഒഴിഞ്ഞുകൊണ്ട് മുത്തഖീങ്ങളെ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മിൽപ്പെട്ട രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫയും സിഹത്തും ആഫിയത്തും അള്ളാഹുവിന്റെ ത്വാഅത്തിലായി കൊണ്ട് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. കുറച്ച് PM ഉണ്ടായിരുന്നു, അതൊന്ന് വായിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതിനുശേഷം ബഹുമാനപ്പെട്ട CKP മൈക്കിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ എന്താ മുടിന്റെ DNA ടെസ്റ്റ് കഴിഞ്ഞു, അങ്ങനെ എന്തൊരു ന്യൂസ് കേട്ട് ഇന്നിപ്പോ അങ്ങനെ എന്തറിഞ്ഞ ഏതായാലും ശരി. പിന്നെ മൂക്കിൽ നിന്ന് വരുന്ന വെള്ളം നജസാണല്ല, മൂക്കിൽ നിന്ന് വെള്ളം നജസൊന്നല്ല, രക്തം വരികയാണെങ്കിൽ നജസാണ്. സാധാരണ മൂക്കിൽ നിന്ന് വെള്ളം ഒഴിക്കലല്ലോ, അത് നജസല്ല. അപ്പൊ അത് വസ്ത്രത്തിലൊക്കെ ആയി നിൽക്കുക, അതുകൊണ്ട് ആ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് നിസ്കരിക്കാം, അതുകൊണ്ട് വിരോധമില്ല. ഉസ്താദെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നത്ത് നിസ്കാരത്തിന്റെ കൂടെ വുളുവിന്റെ സുന്നത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് വെക്കാൻ പറ്റുമോ? പറ്റും. വുളുവിന്റെ രണ്ടരക്കാ സുന്നത്തുണ്ട്. അത് വുളു എടുത്ത് താമസം വരുന്നതിന്റെ മുമ്പായിട്ട് വേഗം രണ്ടരക്കാത്ത് നിസ്കരിച്ചാൽ അത് അതേ നിയ്യത്തോട് കൂടി ആയിക്കോളാം എന്നില്ല. വുളു എടുക്കൽ കഴിഞ്ഞ് താമസം കൂടാതെ പെട്ടെന്ന് തന്നെ രണ്ടരക്കാത്ത് നിസ്കരിക്കാൻ നിസ്കാരം അത് വുളുവിന്റെ ശേഷമുള്ള സുന്നത്തും ആവുക, വുളുവിന്റെ സുന്നത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ഒളുടുത്ത ഉടനെ തന്നെ പള്ളി കയറി, അങ്ങനെ ളുഹറിന്റെ മുമ്പത്തെ രണ്ടരക്കാത്ത് സുന്നത്താൽ നിസ്കരിക്കുകയാണ്. ഒളുടുത്ത ഉടനെ തന്നെ അയാൾ പള്ളി കയറിയിരിക്കുന്നു, അതുകൊണ്ട് പള്ളിയിൽ ഇരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം ളുഹറിന്റെ മുമ്പ് രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണ്. ളുഹറിന്റെ മുമ്പത്തെ രണ്ടരക്കാത്ത് സുന്നത്താണ് നിസ്കരിക്കുന്നത്. എന്നാൽ അത് ളുഹറിന്റെ മുമ്പത്തെ രണ്ടരക്കാത്ത് സുന്നത്തും ആകും, അത് പള്ളിയുടെ തഹിയ്യത്തും ആകും, അത് വുളുവിന്റെ സുന്നത്തും ആകും. ഈ മൂന്ന് നിയ്യത്തും അതിൽ ഉൾപ്പെടുത്താം. ഇനി വേറെ നിസ്കരിക്കും ചെയ്യാം. പള്ളിയെ കാട്ടുന്ന പറഞ്ഞേ എന്ത് ചെയ്ത് വുളുവിന്റെ തഹിയ്യത്തിന്റെ നിയ്യത്തോടു കൂടി വേറെ രണ്ടരക്കാത്ത് നിസ്കരിക്കുക, വുളുവിന്റെ അത് വേറെ നിസ്കരിക്കുക, അങ്ങനെയാവാം. അപ്പൊ ഏതായാലും ശരി, മറ്റൊരു സുന്നത്തിന്റെ കൂടെ വുളുവിന്റെ സുന്നത്തിന്റെ നിയ്യത്തും വെക്കാം എന്നർത്ഥം. പിന്നെ മറ്റൊരു അസ്സലാമു അലൈക്കും വലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾക്ക് തഹല്ലുൽ ആകാൻ അദ്ദേഹത്തിന് തന്നെ മുടി നീക്കം ചെയ്യാൻ പറ്റുമോ? പറ്റും. തഹല്ലുൽ ആകാത്ത ഒരാൾക്ക് മറ്റൊരാളുടെ മുടി നീക്കം ചെയ്യാൻ പറ്റുമോ? അതും പറ്റും. മുഹരിമായ വ്യക്തിക്ക്, ഇഹ്റാമിൽ പെട്ട വ്യക്തിക്ക് മുഹരിമായ ഒരാളുടെ മുടി നീക്കം ചെയ്യാൻ പറ്റുമെന്നാണ് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് നമ്മുടെ കിതാബുകളിലൊക്കെ. ഒരാൾ ഇഹ്റാമിൽ ഉള്ള ഒരാളാണ്, അയാളുടെ മുടി വേറെ ആൾക്ക് വെട്ടാൻ പാടുണ്ടോന്നാണ്. അയാൾ തഹല്ലുലാവാൻ സമയം ആയിട്ടില്ല, തഹല്ലുലാവാനായിട്ടില്ല, ആ സമയത്ത് അയാളുടെ മുടി വെട്ടി നിൽക്കുക. എന്നാൽ അത് അയാളുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ അതിന്റെ കുറ്റം ആൾക്കാണ്, അതിന്റെ കുറ്റം ആ വെട്ടാൻ പറഞ്ഞ ആൾക്കാണ്. പിന്നെ ഫിദിയ കൊടുക്കേണ്ടതും ആരെന്നെയാണ്? ആ വെട്ടാൻ പറഞ്ഞ ആളാണ്. അയാൾ വെട്ടാൻ പറഞ്ഞ മുടി വെട്ടിക്കാട്ടെന്ന് പറഞ്ഞു, അയാളാണെങ്കിലോ തഹല്ലുലാവാൻ സമയമായിട്ടില്ല. എന്നാൽ കുറ്റക്കാരനും ഇഹ്റാമിലായ വ്യക്തിക്ക് മുടി നീക്കം ചെയ്യാൻ പാടില്ലല്ലോ, അതിന്റെ കുറ്റക്കാർക്കാണ്, ആ കൽപ്പിച്ച ആൾക്കാണ്, അതിന്റെ ഫിദിയ കൊടുക്കേണ്ടതും അവനാണ്. നേരെ മറിച്ച് അവൻ അറിയാതെ ഒരാളെന്ത് ചെയ്ത് കരുതി കൂട്ടി മുടി വെട്ടി നിൽക്കുക. ഇഹ്റാമിലുള്ള ഒരാളെ മുടി പിന്നെ ഇഹ്റാമിൽ ഇല്ലാത്ത ഒരാളെന്ത് ചെയ്ത് അയാൾ അറിയാതെ വെട്ടി. എന്നാൽ കുറ്റക്കാരൻ ആരാണ്? കുറ്റക്കാരൻ പിന്നെ ആ മുടി വെട്ടിയ ആളാണ് കുറ്റക്കാരൻ. പിന്നെ ആ വെട്ടിന്റെ ഫിദിയ കൊടുക്കണ്ടേ? ആ ഫിദിയയും ആര് കൊടുക്കണം? ആ മുടി വെട്ടിയ ആൾ കൊടുക്കണം. ഇഹ്റാമിൽ പ്രവേശിച്ച ആള് അറിയാതെ വെട്ടുകയാണെങ്കിൽ. നേരെ മറിച്ച് അയാൾ എന്ത് ചെയ്തിരിക്കുന്നു? അയാൾ തഹല്ലുലാവാൻ സമയമായിരിക്കുന്നു, എന്നുവെച്ചാൽ അയാളുടെ തഹല്ലിന്റെ മുമ്പുള്ള സമയങ്ങളൊക്കെ അമലുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അയാളുടെ മുടി മറ്റ് ഇഹ്റാമിലുള്ള ആൾക്കും വെട്ടാം, ഇനി ഇഹ്റാമില്ലാത്ത ആൾക്കും വെട്ടാം, അതുകൊണ്ട് വിരോധം ഇല്ല. പിന്നെ സമ്മേളനം കഴിഞ്ഞു. എന്ത് സമ്മേളനം? അത് വേറെ ഫിഖ്ഹി സംബന്ധമായ ചോദ്യങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ ഒരു വെറുതെ മനസ്സിനടങ്ങറ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട്.
നമ്മളിപ്പോ ഒരു ഫിഖ്ഹി സംബന്ധമായ ചോദ്യം മറുപടി പറയുമ്പോ അതിൽ സംബന്ധമായ പി എന്ന് തരിക എന്നല്ല, അപ്പൊ സമ്മേളനം കഴിഞ്ഞു വരിക എന്നുള്ളതൊക്കെ ഇത് എന്നോടാ ചോദിക്കല്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. ഉസ്താദെ, മൊബൈൽ ആപ്പ് ഖുർആൻ ഓതുമ്പോ വുളു വേണമോ? ഖുർആൻ ഓതാൻ മൊബൈൽ അല്ലെങ്കിൽ പിന്നെ അത് വേണ്ട. ഖുർആൻ ഓതാനേ, ഖുർആൻ തൊടാനാണ്, മുസ്ഹഫ് തൊടാനാണ് വുളു വേണ്ടത്. ഖുർആൻ ഓതാൻ വുളു സുന്നത്താണ്, നിർബന്ധമില്ല. എന്താണ് അതൊന്നും മനസ്സിലാക്കാത്തത്? കുറെ ആളുകൾ ആണോ ഖുർആൻ ഓതാൻ വുളു വേണോ, ഖുർആൻ ഓതാൻ മൊബൈൽ നോക്കി ഖുർആൻ ഓതാൻ വുളു വേണോ? മൊബൈലിൽ നോക്കിയിട്ടാവട്ടെ അല്ലെങ്കിൽ മുസ്ഹഫിൽ നോക്കിയാവട്ടെ ഖുർആൻ ഓതാൻ വുളു നിർബന്ധമില്ലാന്ന്. പിന്നെ എന്തിനാ വുളു നിർബന്ധമുള്ളത്? മുസ്ഹഫ് തൊടാനാണ് വുളു നിർബന്ധമുള്ളത്. ഒരാൾ മുസ്ഹഫ് തൊടാതെ മുസ്ഹഫിലേക്ക് നോക്കിയിട്ട് ഓതുക നിൽക്കുന്നാലോ അതുകൊണ്ട് വിരോധമില്ല, സുന്നത്താണ്. അതേസമയത്ത് മുസ്ഹഫ് തൊടാൻ വുളു വേണം, നിർബന്ധമാണ്. എന്നാൽ മൊബൈൽ അത് ബാധകമാണോന്ന്? മൊബൈലിൽ അത് ബാധകം അല്ല ആണ് പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. അല്ല എന്ന അഭിപ്രായത്തിനാണ് കുറച്ചിപ്പോ ഇങ്ങനെ ഒരു അല്ലെ, അതൊരു നിഴലാണ്. അത് ശരിക്ക് മൊബൈലിൽ നമ്മൾ കാണുന്നത് ഖുർആന്റെ അക്ഷരങ്ങളല്ല എന്ന്. സാധാരണ കടലാസിലൊക്കെ അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതുമല്ലോ അല്ലെ, അതുപോലത്തെ ഖുർആന്റെ അക്ഷരങ്ങളല്ല മൊബൈലിൽ കാണുന്നത്. പിന്നെയോ അതൊരു സോഫ്റ്റ്വെയർ ആണ്, അതിന്റെ നിഴലാണ് എന്നാ. നമ്മളൊരു മുസ്ഹഫിന്റെ മേലെ എന്ത് ചെയ്തു, നമ്മൾ ഒരു കണ്ണാടി ഇങ്ങനെ പിടിച്ചു. എന്നാൽ ആ മുസ്ഹഫിന്റെ അക്ഷരങ്ങൾ ആ കണ്ണാടിയിൽ ഇങ്ങനെ കാണൂലേ? ആ കണ്ണാടി തൊടാൻ ഒതുവാണോ? വേണ്ടല്ലോ. അതുപോലെയാണ് മൊബൈൽ എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം. അപ്പൊ ഏതായാലും ശരി, ഏറ്റവും സൂക്ഷ്മത പോലും ഉണ്ടാവൽ തന്നെയാണ്. ഈ അഭിപ്രായം അനുസരിച്ച് പിന്നെ വുളൂഇല്ലാതെ തൊട്ടുകൊണ്ട് അവൻ കുറ്റക്കാരനാവുന്നില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. 2 ദിവസത്തേക്ക് വീട്ടിലേക്ക് പോയാൽ ജംഉം ഖസ്റും ആക്കാൻ പറ്റുമോ? നമ്മുടെ സ്വന്തം നാടുണ്ടല്ലോ, നമ്മൾ സ്ഥിരമായി താമസിക്കുന്ന നമ്മുടെ രാജ്യം, നമ്മുടെ നാട്, നമ്മുടെ മഹല്ല്, ആ മഹലിലേക്ക് പ്രവേശിച്ചാൽ അവൻ അപ്പോൾ തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ശരി, അതോടുകൂടി അവന്റെ സഫർ മുറിഞ്ഞു. മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന പോലെയല്ല. സ്വന്തം രാജ്യമല്ലാത്ത മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ പോവാണ് അല്ലേ? എന്നാൽ അവിടെ 3 ദിവസത്തിലധികം അവിടെ താമസിക്കാൻ കരുതി നിൽക്കുക. എന്നാലാണ് ആ കരുതിയോടുകൂടി അവിടെ 4 ദിവസം താമസിക്കാൻ കരുതി, അല്ലെങ്കിൽ 5 ദിവസം താമസിക്കാൻ കരുതി നിൽക്കുക. എന്നാൽ ആ കരുതിയോടെ മുതൽക്ക് തന്നെ അവന്റെ സഫർ മുറിഞ്ഞു. അവന് പിന്നെ ജംഉം ഖസ്റും ആക്കാൻ പറ്റൂല. ആ നേരെ മറിച്ച് ഒരാൾ 3 ദിവസം താമസിക്കാനേ കരുതിയുള്ളൂ, അല്ലെങ്കിൽ 2 ദിവസം താമസിക്കാനേ കരുതിയുള്ളൂ, എന്നാലോ ആ ദിവസങ്ങളിൽ അവന്റെ സഫർ മുറിയില്ല. അതോടുകൂടി അവന്റെ സഫർ മുറിയില്ല. ആ 2 ദിവസമാണ് താമസിക്കാൻ കരുതിയെങ്കിൽ ആ 2 ദിവസവും, 3 ദിവസമാണ് താമസിക്കാൻ കരുതിയെങ്കിൽ ആ 3 ദിവസവും അവനെന്ത് ചെയ്യാം, ഖസ്റും ജംഉം ആക്കാം. പിന്നെ മടക്കയാത്രയും ഖസ്റും ജംഉം ആക്കാം. അതേ സമയത്ത് നമ്മുടെ സ്വന്തം രാജ്യം നമ്മുടെ സ്വന്തം രാജ്യത്തേക്ക് ആ നിയമം ഇല്ല. അവിടെ എത്തിയാൽ ഉടൻ തന്നെ എന്ത് ചെയ്തു, അവൻ നമ്മുടെ സ്വന്തം രാജ്യം ഇന്ത്യയിലേക്ക് എത്തിയെന്നല്ല പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കേരളത്തിലേക്ക് എത്തിയെന്നല്ല, ഇന്ത്യയിൽ നമ്മുടെ മഹലുണ്ടല്ലോ, ആ മഹലിലേക്ക് നമ്മൾ എത്തിയാൽ അതോടുകൂടി അവന്റെ സഫർ മുറിഞ്ഞു. അവൻ അപ്പോൾ തന്നെ മടങ്ങുന്നവനാണെങ്കിലും ശരി, സഫർ മുറിഞ്ഞു. പിന്നെ അവിടെ ജംഉം ഖസ്റും ആക്കാൻ പറ്റുകയില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, യാത്രക്ക് സുന്നത്ത് നമസ്കാരമുണ്ടോ? ആകാശത്തും ഭൂമിയിലും 2 നബിമാർ ഉണ്ടല്ലോ, ആരൊക്കെയാണ്? ദുആവസിയത്തോടെ. യാത്രക്ക് സുന്നത്ത് നിസ്കാരം ഉണ്ടോന്നോ എന്ന് വെച്ചാൽ യാത്രയുടെ സുന്നത്ത് നിസ്കാരമോ? യാത്രയുടെ സുന്നത്ത് നിസ്കാരമാണെങ്കിൽ അതുണ്ട്. ഇനി അതല്ല, ഇനി യാത്രയിൽ ഒരാൾ യാത്ര ചെയ്യുന്ന സമയത്ത് സുന്നത്തുണ്ടോ? അതുമുണ്ട്. ചോദ്യം ഉണ്ടാവും ചിലപ്പോൾ. ഖസ്റും ജംഉം അനുവദിക്കപ്പെട്ടതാണ് അല്ലേ? ളുഹർ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി, അസ്ർ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി, ളുഹറും അസ്റും കൂടി ഒരു നേരത്ത് നിസ്കരിച്ചാൽ മതി. അപ്പൊ അത്രയ്ക്ക് അളവുള്ള ഒരു വിഷയമാണ് യാത്ര. അപ്പോൾ അവിടെ സുന്നത്ത് നിസ്കാരം ഉണ്ടോ? ഉണ്ട്. സുന്നത്ത് നിസ്കാരം വേണം. സ്കൂളിട്ടാണെങ്കിൽ നിസ്കരിച്ചില്ലെങ്കിൽ യാത്രയിലല്ല നിൽക്കുന്നാലും കുറ്റക്കാരനല്ലല്ലോ. ഏതായാലും ശരി, യാത്രയിലും സുന്നത്ത് നിസ്കാരമുണ്ട്. പിന്നെ സഫറിന്റെ സുന്നത്ത് നിസ്കാരമുണ്ടോ? അതാണ് ചോദ്യമെങ്കിൽ അതുമുണ്ട്. സഫറിന്റെ സുന്നത്ത് നിസ്കാരേ അതുമുണ്ട്. സഫറിന്റെ സുന്നത്ത് നിസ്കാരം അത് ഈ സുന്നത്ത് നിസ്കാരം, കാരണമുണ്ടാത്ത നിസ്കാരം ഉണ്ടല്ലോ, ആ നിസ്കാരം ഹറാമാവാത്ത സമയത്താണ് അവൻ യാത്ര പുറപ്പെടുന്നതെങ്കിൽ ആ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ സുന്നത്തുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ അസറിന്റെ ശേഷമല്ല, അസറിന്റെ ശേഷം കാരണമുണ്ടാത്ത നിസ്കാരം ഹറാമാണ്.
അല്ലെങ്കിൽ സുബൈന്റെ ശേഷമല്ല വെയിൽ ഉദിക്കുന്നത് വരെ, അത് കാരണമില്ലാത്ത നിസ്കാരം ഹറാമാണ്. അപ്പൊ സുബൈന്റെ ശേഷമല്ല, അല്ലെങ്കിൽ സുബൈന്റെ ശേഷം വെയിൽ ഉദിക്കുന്നതിന്റെ മുമ്പായിട്ടല്ല, അല്ലെങ്കിൽ അസറിന്റെ ശേഷം മഗ്‌രിബിന്റെ മുമ്പായിട്ടല്ല അവന്റെ യാത്ര. അങ്ങനത്തെ സമയത്ത് അല്ലാത്ത അസ്സലാമു അലൈക്കും. ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞത്, യാത്രാ നിസ്കാരത്തിനെ കുറിച്ച് ചോദിച്ചത് അല്ലേ? അത് പറഞ്ഞില്ലേ? അത് കേട്ടല്ലേ? ആ, പിന്നെ മറ്റതാണ് ഏത്, ആകാശത്തും ഭൂമിയുള്ള നബിമാര്. അതിപ്പോ ഒരു ഫിഖ്ഹി സംബന്ധമായ ചോദ്യമല്ല, അതുകൊണ്ടായിരിക്കും പ്രവേശിക്കുന്നില്ല. അത് പറഞ്ഞ കേട്ടീന, അതാ ഞാനത് സംബന്ധമായി പറഞ്ഞത്. പിന്നെന്താണ് എന്തൊക്കെ DC ആയത്? പിന്നെ നേരത്തെ രാവിലെ ഒരാള് സൗദി അറേബ്യയിൽ നിന്നാണ് അദ്ദേഹം കോട്ടക്കൽ സ്വദേശിയാണെന്നാണ്, സൗദി അറേബ്യനെ തോന്നുന്നു, കോട്ടക്കൽ സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ പിതാവിന് സുഖമില്ല, ഒരു ഓപ്പറേഷൻ ഉണ്ട്, ഓപ്പറേഷൻ വിജയിക്കുമില്ല എന്ന കാര്യത്തിൽ സംശയം ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ കരഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉമ്മ, സഹോദരിമാർ, അവർക്കൊക്കെ ചില ഓപ്പറേഷനുകൾ കഴിഞ്ഞു, അങ്ങനെ വിഷമം ബുദ്ധിമുട്ടൊക്കെയാണെന്ന് പറഞ്ഞു. നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഞാൻ ഇന്ന് രാത്രി മൈക്കെടുത്ത് ദുആ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫضل കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ എല്ലാ നബിമാരുടെയും മുർസലീങ്ങളുടെയും പ്രത്യേകിച്ച് ഉലുൽ അസ്മിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ എല്ലാ ഔലിയാക്കളുടെയും ജിന്നിലും ഇൻസിലും പെട്ട സ്വാലിഹീങ്ങളുടെയും മലായികത്തിന്റെയും വിശുദ്ധ ഖുർആന്റെയും ഒക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ അവന് പൂർണ്ണ ശിഫ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. اللهم اشفه شفاء تاما لا يغادر سقما ولا ألما. اللهم اشفه شفاء تاما لا يغادر سقما ولا ألما. اللهم اشفه شفاء تاما لا يغادر سقما ولا سقما. അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അവരുടെ അദ്ദേഹത്തിന്റെ മാതാവിനും സഹോദരിമാർക്കും എല്ലാവർക്കും അല്ലാഹു പൂർണ്ണ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നൂർ ഫൈസ് ഉസ്താദിന്റെ നെറ്റ് വല്ല സ്ലോ ആണ്. ഉസ്താദിന്റെ മൈക്ക് കയ്യിൽ നിന്ന് പോവുകയാണ്. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി DC ആവലാണ് തോന്നുന്നത്. അപ്പോ നേരത്തെ DC ആവാൻ കാരണം ഉണ്ടായിരുന്നു. ഇപ്പോ ഞാൻ കാരണം ഉണ്ടാവില്ലാണ് തോന്നുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ആ ദുആ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, മറ്റൊരു വിഷയം ആ ദുആ അല്ലേ, അത് പറഞ്ഞു. തഹജ്ജുദ് നിസ്കാരം ഖളാ വീട്ടാമോ എന്നാണ് മറ്റൊരു ചോദ്യം. തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാലേ ഒരു വഖത്ത് നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളല്ല, ആ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടൽ സുന്നത്താണ്. വഖത്ത് നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം ഖളാ ആയി എന്നാൽ ഖളാ വീട്ടൽ സുന്നത്താണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ദുഹറിന്റെ മുമ്പത്തെ 2 റക്അത്ത് സുന്നത്ത്, ദുഹറിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിനൊരു വഖത്ത് ഉണ്ട്. ഏതാ വഖത്ത്? ലുഹറിന്റെ സമയം തന്നെയാണ് അതിന്റെ സമയം. ലുഹറിന്റെ സമയം കടന്നാൽ ലുഹറിന്റെ മുമ്പത്തെ സുന്നത്തിന്റെ സമയമായി. ഏതുവരേക്കും? ലുഹറിന്റെ അവസാന സമയം വരേക്കും അതിന്റെ വഖത്തുണ്ട്. ലുഹർ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ലുഹറിന്റെ ശേഷമുള്ള സുന്നത്തിന്റെ സമയമായി. അത് ലുഹറിന്റെ അവസാന സമയം വരേക്കും അതിന് വഖത്തുണ്ട്. ലുഹാ നിസ്കാരം അതിന് വഖത്തുണ്ട് അല്ലേ? സൂര്യൻ ഉദിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ഒരു 7 മുഴം ഉയർന്നതിന് ശേഷം തുടങ്ങി ലുഹറിന്റെ മുമ്പുള്ള അല്പം മുമ്പുള്ള വഖത്ത് വരേക്കുമാണ് ലുഹാ നിസ്കാരത്തിന് സമയം. അപ്പൊ അതിന് സമയമുണ്ട്. അതുപോലെ വിത്ർ, അതിനൊക്കെ സമയമുണ്ട്. അപ്പൊ ആ ഒരു പ്രത്യേകമായ സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളാണ്. അതൊക്കെ ഖളാ ആയാൽ അത് ഖളാ വീട്ടലും സുന്നത്തുണ്ട്. നേരെ മറിച്ച് ഖളാ സമയം അല്ല, പിന്നെ കാരണമാണ്. ഒരു നിസ്കാരം ആ നിസ്കാരത്തിന് കാരണമാണ്. അതിന് അതിന്റെ സമയം കടക്കൽ എപ്പോഴാണ്? ഒരു കാരണം ഉണ്ടായാലാണ് സമയം കടക്കൽ. അങ്ങനത്തെ നിസ്കാരങ്ങൾ അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഖളാ വീട്ടലില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ തഹിയ്യത്ത് നിസ്കാരത്തിന് സമയമല്ല, അത് പള്ളിയിൽ പ്രവേശിക്കുക എന്ന കാരണമാണ് അതിനുള്ളത്. അത് സുന്നത്താവാനുള്ള കാരണം. അപ്പൊ ഇനി ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചു, അവൻ പള്ളിയിൽ തഹിയ്യത്ത് നിസ്കരിക്കാതെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുക, എന്നാലും പിന്നെ തഹിയ്യത്ത് നിസ്കാരം ഖളാ വീട്ടലില്ല. ഇല്ല.
അതുപോലെയാണോ തഹജ്ജുദ് നിസ്കാരം? അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് നമ്മുടെ ഫിഖഹിന്റെ കിതാബില്. പിന്നെ അപ്പൊ ആ നിലക്കാണ് എങ്കിൽ ഏത് തഹജ്ജുദ് നിസ്കാരം, അത് എന്താ തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം എപ്പോഴാ കടക്കല്? അത് കാരണമാണ്. എന്താ കാരണം? രാത്രി അവൻ ഉറങ്ങി സുബഹിന്റെ മുമ്പായിട്ട് ഉണർന്നു. അപ്പൊ രാത്രി ഉറങ്ങി ഉണർന്നതിന് ശേഷം സുബഹിന്റെ മുമ്പായിട്ട് നിസ്കരിക്കപ്പെടുന്ന നിസ്കാരമാണ്. രാത്രി ഒരാൾ തീരെ ഉറങ്ങിയില്ലെങ്കിലോ അപ്പൊ അവന് തഹജ്ജുദ് ഇല്ലല്ലോ. അല്ലെങ്കിൽ രാത്രി ഉറങ്ങുകയൊക്കെ ചെയ്ത് സുബഹിന്റെ മുമ്പായിട്ട് ഉറങ്ങിയില്ല നിൽക്കുന്നാലോ അപ്പോൾ തഹയ്യത്തില്ല. അപ്പൊ തഹയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പ്രത്യേകമായ സമയമല്ല. അതിന്റെ സമയം ഒരു സമയം കടന്നത് കൊണ്ട് സുന്നത്താവുന്നതല്ല. പിന്നെയോ അത് കാരണം കൊണ്ട് സുന്നത്താവുന്നതാണ്. അതായത് രാത്രി ഉറങ്ങി സുബഹിന്റെ മുമ്പായിട്ട് ഉണർന്നു, എന്നാൽ അവന് തഹജ്ജുദ് നിസ്കാരമുണ്ട്. രാത്രി ഒരാൾ തീരെ ഉറങ്ങിയില്ല നിൽക്കുക, അപ്പോഴും രാത്രി അവിടെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഓനക്കെന്തില്ല? തഹജ്ജുദ് നിസ്കാരം ഇല്ല. അപ്പൊ ആ നിലക്കാണ് തഹജ്ജുദ് നിസ്കാരം ഖളാ വീട്ടലില്ല. പിന്നെ തഹിയ്യത്ത് ഞാൻ പറഞ്ഞില്ലേ, തഹിയ്യത്തും അങ്ങനെ തന്നെയാണ്. തഹിയ്യത്തും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്റെ മോൻക്ക് 2 വയസ്സ് ആയി, പമ്പേഴ്സ് ഇപ്പോഴും യൂസ് ചെയ്യുന്നു. പമ്പേഴ്സ് യൂസ് ചെയ്ത് ഉംറ ചെയ്യാമോ? ആൺകുട്ടിയാണ്. എന്താണ് നിങ്ങൾ ഇങ്ങനെ പമ്പേഴ്സ് യൂസ് ചെയ്ത് ഉംറ ചെയ്യാമോ എന്ന് ചോദിക്കണത്? പമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് മറ്റേ ഇത് ചെയ്യാമോ എന്ന് ചോദിക്കല്ലേ? ശരി, ആ കുട്ടിക്കല്ലേ, ആ കുട്ടിയുടെ പറ്റൂല. ചുറ്റി തുന്നപ്പെട്ട വസ്ത്രം ഉണ്ടല്ലോ, ചുറ്റി തുന്നപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇനി അത് മാത്രല്ല, ഇത് ഇഹ്റാമിൽ പ്രവേശിച്ചാലേ ചുറ്റി തുന്നപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല. പമ്പേഴ്സ് അങ്ങനല്ലേ? ചുറ്റി തുന്നപ്പെട്ട വസ്ത്രമല്ലേ? ആണല്ലേ? അതിന് കെട്ടിയൊക്കെ ഉണ്ടാലും അങ്ങനെയും അത് പറ്റൂല. അപ്പൊ ഏതായാലും അങ്ങനെ തന്നെയാണ്. പമ്പേഴ്സ് ട്രൗസറൊക്കെ ഇടുന്ന മാതിരിയാണ്. അപ്പൊ പറ്റുകയില്ല. ഇനി അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഇതാണെങ്കിൽ ഏത് ആ കുട്ടിയെ എടുത്ത് തവാഫ് ചെയ്യാനും മറ്റൊക്കെ പറ്റുമോ എന്നതാണെങ്കിൽ ആ പമ്പേഴ്സിന് നെജസിന്റെ പറ്റൂല. ആ പമ്പേഴ്സിന് നെജസുണ്ട് നിൽക്കുക. അപ്പൊ നെജസ് ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യാൻ പറ്റൂലല്ലോ. തവാഫ് ചെയ്യുന്ന ആളുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും നെജസ് ഉണ്ടാകാൻ പാടില്ല. നെജസ് ചുമന്നുകൊണ്ട് തവാഫ് ചെയ്താൽ സഹിയാവുകയില്ല. പിന്നെ ഉസ്താദെ റാഹത്തിലും സന്തോഷത്തിലും, അത് പറഞ്ഞല്ലോ അല്ലേ, നേരത്തെ വായിച്ചതാണ്. SKICR കുടുംബത്തോട് ദുആ ചെയ്യാൻ പറയണേ. അത് ആമീൻ ചൊല്ലിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഒരു ദുആ തന്നെയാണല്ലോ. വിത്ർ നിസ്കാരം ഇശാക്ക് ശേഷം കുറച്ചും പിന്നെ തഹജ്ജുദിന് ശേഷം കുറച്ചും നിസ്കരിക്കാൻ സാധിക്കുമോ? അത് പറ്റും, അത് വിരോധമൊന്നുമില്ല. ഒരാൾ എന്ത് ചെയ്യാണ്, വിത്ർ തോനെ നിസ്കരിക്കുന്നുണ്ട്, അപ്പൊ ഇശാ നിസ്കാരം കഴിഞ്ഞ ശേഷം കുറച്ച് നിസ്കരിച്ചു, ബാക്കി എന്ത് ചെയ്ത് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ ശേഷം ബാക്കി നിസ്കരിക്കുക, അങ്ങനെ പറ്റുമോ? പറ്റുന്ന അത് പറ്റും. ഒരാളിപ്പോ ഉദാഹരണം പറയാൻ 3 റക്അത്ത് വിത്ർ നിസ്കരിക്കുകയാണ്, എന്നാൽ ഇശാന്റെ ശേഷം 2 റക്അത്ത് നിസ്കരിച്ചു, പിന്നെ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന ആളാണ്. അപ്പൊ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ ശേഷം 1 റക്അത്തും കൂടി നിസ്കരിക്കുക. അങ്ങനെ ചെയ്യൽ ഏറ്റവും അഫ്ളലുമാണ്. അങ്ങനെ ചെയ്യലാണ് ഏറ്റവും ഉത്തമവും. രാത്രി അവസാനത്തെ നിസ്കാരം വിത്റാക്കുക, അതാണ് ഏറ്റവും ഉത്തമം. ഇനി 11 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്ന ആളാണ് നിൽക്കുക, എന്നാൽ കുറച്ചെന്ത് ചെയ്യാ, ഇനി 10 റക്അത്ത് അല്ലെങ്കിൽ 8 റക്അത്ത് ഇശാന്റെ ശേഷം നിസ്കരിച്ചു, പിന്നെ അദ്ദേഹത്തിന്റെ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ബാക്കി നിസ്കരിച്ചു, അങ്ങനെ പറ്റും. അങ്ങനെ ചെയ്യാവുന്നതാണ്. ഉസ്താദ് അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. തങ്ങളുടെ വിവാഹം ശരിയാകാൻ ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അവള് +2 പഠിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരു PM ചെയ്ത് ചോദിച്ചിരുന്നു, എന്താണ് നിങ്ങളുടെ രാജ്യം എവിടെയാണ്? ഈ കല്യാണാലോചന ഒക്കെ ആകുമ്പോഴേ അല്ലേ, നമ്മളിപ്പോ അങ്ങനെ കുറെ കല്യാണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഇവിടെ എന്റെ റൂമിൽ ഇങ്ങനെ ഇരുട്ടി കമ്പ്യൂട്ടർ വെച്ചിട്ട് എത്ര കല്യാണം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങള്? കുറെ കല്യാണം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ഈ റമദാൻ അല്ലെ, ചൊവ്വാലല്ലേ, ബ്രോക്കർ പണിണ്ട് അതിന്റെ ഇടയിൽ കൂടെ. ഉലൂസം ഒന്നുമില്ല. ഈ ഷവ്വാലിപ്പോ ഒരു കല്യാണം നടക്കാനിരിക്കുന്നുണ്ട്. ഈ ഷാബാന്റെ തോന്നുന്നില്ലേ, ഷാബാന്റെ ഇനി ഷവ്വാലിലാണോ? നമ്മുടെ ഇവിടെ ഇരുന്നിട്ട് ഇതാക്കിയാന്നൊക്കെ നമ്മുടെ ക്ലാസ് റൂമിനോട് ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പൊ ഇങ്ങനെ പറയുമ്പോഴേ, അപ്പൊ ഇങ്ങനെ എന്റെ മകൾക്ക്, എന്റെ പെങ്ങൾക്ക് ഇത്ര വയസ്സായി, എന്റെ മകൾക്ക് ഇത്ര വയസ്സായിക്കണോളൂ, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് പഠിക്കുകയാണ്, ഇന്ന ക്ലാസ്സിന് പഠിക്കുക എന്നൊക്കെ പറയുമ്പോ
ആ ആളെ പിന്നെ വീട് എവിടെയാണ് അല്ലെ, അതൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ PM വരുന്നത് നമുക്ക്. ഉസ്താദ് ഏതാ കുട്ടി എന്നൊക്കെ ഇങ്ങോട്ട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് PM വരും. അപ്പൊ നമുക്കണ്ട് അറിയിക്കുകയാണെങ്കിൽ അത് സഹായകമാവുമല്ലോ. ഞാൻ ഇദ്ദേഹത്തോട് PM ചെയ്ത് ചോദിച്ചിരുന്നു നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന്. അതിന് മറുപടി നൽകിയിട്ടില്ല. അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അറിയില്ല. ഏതായാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് നല്ല ഖൈറായ ഒരു വരനെ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. നല്ല സൽസ്വഭാവിയും സ്വാലിഹുമായ അനുയോജ്യനായ നല്ല ഒരു വരനെ അവൾക്ക് അള്ളാഹു നൽകി അവളെയും അവളുടെ കുടുംബത്തെയും അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഉസ്താദെ, ജോലി ഒന്നും ശരിയായിട്ടില്ല, പ്രത്യേകം ദുആ ചെയ്യണം. എന്താണ് റഹ്മാനെ റബ്ബേ, ഗൾഫിലൊക്കെ വന്നിട്ട് ജോലി ശരിയായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു വിഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫضل കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഒക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ആ സഹോദരന് നല്ല റാഹത്തായ സന്തോഷകരമായ അനുയോജ്യമായ നല്ല ജോലിയും അതിൽ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പിന്നെ ഇനി വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ സുഹൃത്ത് കഴിഞ്ഞ ഹജ്ജ് സീസണിൽ മിനയിൽ സേവനത്തിന് പോയിരുന്നു. മിന മക്കയുടെ അതിർത്തിയിൽ പെട്ടതാണോ? മിനയിൽ പോയാൽ വിദാഇന്റെ തവാഫ് നിർബന്ധമാണോ? മിന മക്കയുടെ അതിർത്തിയിൽപ്പെട്ടത് തന്നെയാണ്. മക്കന്റെ അതിർത്തിയിൽ ഹറമിൽപ്പെട്ടതാണ്. മിന ഹറമിൽപ്പെട്ട സ്ഥലമാണ്. പക്ഷെ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഏത് അഭിപ്രായം സ്വീകരിച്ച ഈ വദാഇന്റെ തവാഫിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ശാഫിഈ മദ്ഹബിലെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. വദാഇന്റെ തവാഫ് ഹജ്ജിന്റെ അമലിൽപ്പെട്ട ഒരു അമല് മാത്രമാണോ എന്നൊരു അഭിപ്രായം. അതല്ല, മക്കയിൽ പ്രവേശിച്ചു പിന്നീട് മക്കയിൽ നിന്ന് പുറത്തു പോവുകയാണ്, അങ്ങനത്തെ ആളുകൾക്കൊക്കെ നിർബന്ധമാണോ എന്നും അങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട്. ആദ്യത്തെ അഭിപ്രായം സ്വീകരിക്കലായിരിക്കും നമുക്ക് സൗകര്യം. ഏത്? വദാഇന്റെ തവാഫ് എന്ന് പറഞ്ഞാൽ അത് ഹജ്ജിന്റെ അമലിൽപ്പെട്ട ഒരു അമലാകുന്നു എന്ന അഭിപ്രായം സ്വീകരിക്കുക. അപ്പൊ ഹജ്ജ് കഴിഞ്ഞു, അയാൾ എന്ത് ചെയ്യുന്നു? ഹജ്ജ് കഴിഞ്ഞ ശേഷം അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ചെയ്താൽ മതി ഏത്? വദാഇന്റെ തവാഫ്. മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാൾ മക്കയിലേക്ക് പ്രവേശിച്ചു നിൽക്കുക, മക്കയോട് വിട പറയാണ്, അവർക്കൊന്നും പിന്നെ വദാഇന്റെ തവാഫ് നിർബന്ധമില്ല. മറ്റഭിപ്രായം സ്വീകരിക്കുകയാണെങ്കിൽ മക്കയിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾക്ക് വദാഇന്റെ തവാഫ് ചെയ്ത് നിർബന്ധമാണെന്നുള്ള അഭിപ്രായം സ്വീകരിക്കുമ്പോൾ അതും ഒരു അഭിപ്രായം തന്നെയാണ്. ശാഫിഈ മദ്ഹബിലെ മറ്റൊരു അഭിപ്രായമാണത്. അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ അഭിപ്രായം അനുസരിച്ച് ഞാൻ ആദ്യത്തെ അഭിപ്രായം അനുസരിച്ച് ഉംറക്കാർക്കൊന്നും വദാഇന്റെ തവാഫ് നിർബന്ധമില്ല. ഉംറ ചെയ്യാൻ വേണ്ടി പോയതാണ്, അങ്ങനെ ഉംറ തഹല്ലുലായി അയാൾ മക്കയോട് വിട പറയാണ്. അപ്പോൾ ആൾക്ക് എന്തില്ല? വദാഇന്റെ തവാഫ് നിർബന്ധമില്ല. ഏത് അഭിപ്രായം അനുസരിച്ച്? അത് ഹജ്ജിന്റെ ഒരു അമലിൽപ്പെട്ട അമൽ മാത്രമാകുന്നു എന്ന അഭിപ്രായം അനുസരിച്ച്. അപ്പോൾ ആ അഭിപ്രായം സ്വീകരിക്കലായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ആ മദ്ഹബനാണ് നല്ലത്, അതാണ് സൗകര്യം. അപ്പൊ ആ അഭിപ്രായം അനുസരിച്ച് നമ്മുടെ ഈ സഹോദരന്റെ ചോദ്യം ഉണ്ടല്ലോ, അവർക്ക് പിന്നെ വദാഇന്റെ തവാഫ് ചെയ്യാതെ മക്കയോട് വിട്ട പറഞ്ഞു നിൽക്കുക, അതുകൊണ്ട് അവന് യാതൊരു കുറ്റവും ഇല്ല. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കുത്താറാത്തീബിനെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? അത് അനുവദനീയം ആണോ? കുത്തറാത്തീബ് കൊണ്ട് ആ വ്യക്തിക്ക്, ആ കുത്തുന്ന ആൾക്കേ അയാളെ ജീവന് അതുകൊണ്ട് അപായം സംഭവിക്കുന്നില്ല നിൽക്കുക, എന്നാൽ അത് അനുവദനീയമാണ്. അതിപ്പോ അത്ര പറയാനുണ്ടല്ലേ. ഒരാൾ പിന്നെ ഹറാമാണ്. എന്ത്? സ്വയം നാശമടയിലെ ഹറാമാണ്. ഇയാൾക്ക് അതൊരു കണ്ടൊരു നാശം വരണില്ല. നമുക്ക് ഇപ്പൊ നാള് കണ്ടിട്ട് TV പറഞ്ഞ പറമ്പാണ്, ഒരു ചെങ്ങായിനെ കറണ്ട് പിടിക്കൂല. ഒരാളിനോട് കറണ്ട് പിടിപ്പിച്ചു നോക്കി, അങ്ങനെ അയാളെ മേത്ത് മറ്റേ ഫ്ലഗിന്നായി ഈ വയറൊക്കെ ഇട്ട് അയാളെ മേത്ത് ഇതാക്കിയ അയാൾക്ക് അനങ്ങൂല. അയാൾ എത്ര വലിയ ശക്തിയോട് കൂടുതലുള്ള കറണ്ടാന്ന് വെച്ചാൽ അയാൾക്കത് ആളെ പിടിക്കൂല. അപ്പൊ അയാളിപ്പോ കറണ്ടിന്റെ കമ്പി തുടരല് ഹറാമാ? അല്ല. നേരെ നമ്മളൊക്കെ തുടരലോ നമുക്ക് ജീവഹാനി സംഭവിക്കുമെന്ന് ഉറപ്പാണ്. അപ്പൊ നമ്മൾ അത് ചെയ്യലോ ഹറാമല്ലേ അല്ലേ? പക്ഷെ അയാൾക്ക് ഹറാമല്ല. അതുപോലെ തന്നെ സർക്കസിലുള്ള ആളുകളാണല്ലേ അവിടെ അങ്ങോട്ട് ചാടുക ചെയ്യും അല്ലേ? അത് അവർക്ക് ഹറാമല്ല, കാരണം അവർക്ക് അതുകൊണ്ട് ജീവഹാനി സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ കുത്താറാത്തീബ് അങ്ങനെ തന്നെ, അത് അതിന്റെ ശരിയായ ഇജാസത്ത് പ്രകാരമൊക്കെ നടക്കുന്ന ആളുകൾ, അതുകൊണ്ട് അവർക്ക് അവരുടെ ശരീരത്തിന് ഒരു അപകടവും സംഭവിക്കുകയില്ല എന്നവർക്ക് ഉറപ്പാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഖിദ്മത്തായി അള്ളാഹു സ്വീകരിക്കുകയും അതിന്റെ പൂർണ്ണമായ സവാബ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ബിസ്മില്ലാ. സ്ത്രീകളുടെ വെള്ളപ്പോക്ക് നജസാണ്. ഇത് സ്ഥിരമായി ഉള്ള സ്ത്രീകൾ എങ്ങനെയാ ഒതു എടുക്കേണ്ടത്? അത് മൂത്രവാർച്ചക്കാരുടെ ഹുക്കുമാണ്. അവർക്ക് വെള്ളപ്പോക്കേ അത് യോനിയുടെ പുറംഭാഗത്ത് നിന്ന് വരണമല്ല. റുതൂബത്ത് ഫർജ് നജസല്ല ഇത്. അത് ഒരു സ്ത്രീ സാധാരണ അവളുടെ രണ്ട് കാലിന്റെ മേൽ ഇങ്ങനെ പൊന്തിച്ചിരിക്കുന്ന സമയം, ഞങ്ങളുടെ നാട്ടിൽ പൊന്തിച്ചിരിക്കാന്ന് അറിയാം. നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ വടക്കത്തെ ഏത് ഭാഗത്തുള്ള ചോദ്യക്കാരെന്നറിയില്ല അല്ലേ? രണ്ട് കാലുമേലും ഇങ്ങനെ ഇരിക്കുമല്ലോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പൊന്തിച്ചിരിക്കാൻ ഇങ്ങനെ നമ്മളെ ഒരു അന്തല്ലാത്ത ഭാഷക്കാരാണ് ഇപ്പൊ നമ്മളൊക്കെ അല്ലേ? അപ്പോ നമ്മളോടൊക്കെ തന്നെയാണ് പൊന്തിച്ചിരിക്കാറ്. പാലക്കാടുകാരനല്ല നമ്മള് പാലക്കാടും മലപ്പുറത്തും രണ്ടോടത്തും കൂടി ഉള്ള ആളല്ലേ. പറമ്പിന്റെ തന്നെ ഒരു ഭാഗം പാലക്കാട്, ഒരു ഭാഗം മലപ്പുറമാണ്. അപ്പൊ പൊന്തിച്ചിരിക്കണ രണ്ട് കാലുമൂനെ ഇങ്ങനെ പൊന്തിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ യോനിയിൽ നിന്ന് വെളിവാണ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തു നിന്നൊക്കെ പുറപ്പെടുന്ന പിന്നെ കൊഴുപ്പോ മറ്റൊക്കെയാണ് നിൽക്കുക. എന്നാൽ അത് നജസല്ല, അത് ത്വാഹിറാണ്. അതേസമയത്ത് അവളുടെ യോനിയുടെ പുറംഭാഗത്ത് നിന്നല്ല, ഉള്ളിന്ന് പുറപ്പെടുന്നതാണ്. എന്നാൽ നജസാണ്. ഇതുവരെ മൂത്രം അതുപോലത്തെ ആ വിധി തന്നെയാണ് അതിനുള്ള വെള്ളപ്പോക്കിനുള്ളത്. അത് ഉള്ളിന്ന് പുറപ്പെടുന്നതാണ്. അതുകൊണ്ട് നജസാണ്. അപ്പൊ അത് ആയ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. അത് അവളുടെ ശരീരത്തിലായ സമയത്ത് അത് പുറത്തുകൊണ്ട് പോയി നിൽക്കുക. അപ്പൊ അത് വെച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. പിന്നെ അത് പിന്നെ എന്ത് ചെയ്യണം? അതൊക്കെ ശരിക്കും കഴുകി വൃത്തിയാക്കണം, എന്നിട്ട് പിന്നെ നിസ്കരിക്കണം. അതേസമയത്ത് എത്ര കഴുകി വൃത്തിയാക്കിയാലും പിന്നെയും അപ്പൊ തന്നെ വീണ്ടും പുറപ്പെടും. അങ്ങനത്തെ രോഗിയാണ് നിൽക്കുക. എന്നാൽ മൂത്രവാർച്ചക്കാരിയുടെ അതുപോലെ ഇസ്തിഹാദത്തുള്ള പെണ്ണിന്റെ ഹുക്മാണ് അവിടെ. എന്താ ഇസ്തിഹാദത്തുള്ള പെണ്ണെന്ന് പറഞ്ഞാല് അവർക്ക് രക്തം ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കും. ഒതുകൊടുത്ത് എത്ര പെട്ടെന്ന് നിസ്കരിക്കുകയാണെങ്കിലും അതിന്റെ ഇടയിൽ വീണ്ടും രക്തം ഉറ്റും. അതാണ് ഇസ്തിഹാദത്തുള്ള പെണ്ണെന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ മൂത്രവാർച്ചക്കാരനോ തന്നെ ഒതുകൊടുത്ത് പെട്ടെന്ന് നിസ്കരിക്കുകയാണ് നിൽക്കുക. എന്നാലും ആ നിസ്കാരം പൂർത്തിയാണെങ്കിൽ മുമ്പായിട്ട് മൂത്രം ഉറ്റും. എത്ര സൂക്ഷിച്ചാലും ശരി മൂത്രം ഉറ്റും. ആ രീതിയിൽ വെള്ളപ്പോക്ക് ഉള്ള സ്ത്രീയാണ് നിൽക്കുക. എന്നാലോ എന്ന് വെച്ചാൽ അവള് പെട്ടെന്ന് ഒതു ചെയ്തു, ഒതുകൊടുത്തിട്ട് അവള് പെട്ടെന്ന് തന്നെ നിസ്കരിക്കുകയാണ്. എന്നാലും അതിന്റെ ഇടയിലായിട്ട് അവൾക്ക് വെള്ളപ്പോക്ക് ഉണ്ടാവും. എന്നാൽ അവൾക്ക് മൂത്രവാർച്ചക്കാരിയുടെ ഹുക്കുമാണ്. അപ്പോൾ അവള് ഒതു പിന്നെ വഖത്ത് എത്തുന്നതിന് മുമ്പായിട്ട് ഒതു ചെയ്താൽ സഹിയാവുകയില്ല. നമസ്കാരത്തിന്റെ സമയം ആയതിനു ശേഷം എന്ത് ചെയ്യണം? ശരിക്ക് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് കൂടുതൽ പിന്നെ പുറപ്പെട്ട് പരക്കാതിരിക്കാൻ വേണ്ടി നല്ല ശീലയോ പഞ്ഞൊക്കെ ശരിക്ക് വെച്ച് കെട്ടി ഭദ്രമാക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒളു ചെയ്യുക. എന്നിട്ട് താമസിക്കാതെ പെട്ടെന്ന് നിസ്കരിക്കുകയും ചെയ്യുക. അതാണ്. ഇനിയിപ്പോ അതിന്റെ ഇടയിലൊക്കെ ആൾക്ക് പുറപ്പെട്ടു നിൽക്കുക. എന്നാലും അതുകൊണ്ട് വിരോധമില്ല. അത് നിസ്കാരം സഹിയാകും. അവൾക്ക് ഒരു ഒളു കൊണ്ട് ഒരു ഫർദ് നിസ്കാരം മാത്രമേ പറ്റുള്ളൂ. സുന്നത്ത് എത്രയും ആവാം, ഫർദ് ഒന്ന് മാത്രമേ പറ്റൂ. ഞാൻ ഈ പറയപ്പെട്ട രീതിയിൽ വെള്ളപ്പോക്ക് ഉണ്ടാവുന്ന സ്ത്രീയാണ് എങ്കിൽ അതല്ല എപ്പോഴെങ്കിലൊക്കെ പുറപ്പെടുന്നുള്ളൂ നിൽക്കുക. എന്നാൽ അവൾക്ക് മൂത്രവാർച്ചക്കാരിയുടെ ഹുക്കും അല്ല. അപ്പൊ അവൾ എന്ത് ചെയ്യണം? ശരിക്കും കഴുകി വൃത്തിയാക്കി നിസ്കരിക്കുക തന്നെ വേണം. ഒലെടുത്ത് നിസ്കരിക്കുക തന്നെ വേണം. ആ ഒലെടുത്തിട്ട് നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് അവൾക്ക് വീണ്ടും പുറപ്പെട്ടു നിൽക്കുക. എന്നാൽ അവള് വീണ്ടും ഒലു ചെയ്ത് നിസ്കരിക്കണം. എപ്പോഴും പുറപ്പെടുന്നവൾ അല്ല എങ്കിൽ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ത്രീകൾക്കും നമ്മുടെ പുരുഷന്മാർക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സിഹത്തും ആഫിയത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു ചോദ്യം ഒരു റേഡിയോ പ്രേക്ഷകൻ റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഉസ്താദ് മൈക്കിൽ തന്നെ അതിന് മറുപടി പറയണം. വേറൊന്നുമല്ല, സാധാരണ ഒളു ചെയ്യുമ്പോ ഒളുവിന്റെ നെയ്യത്ത് വെക്കുന്നത് നമസ്കാരത്തിന് മാത്രമായിട്ട് ഒളുവിന്റെ നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒളു കൊണ്ട് മറ്റുള്ള അമലുകൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ ഖുർആൻ ഓത് അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ള അമലുകൾ ആ ഒളു കൊണ്ട് ചെയ്യാൻ പറ്റുമോ? നിസ്കാരത്തിന് മാത്രമായിട്ട് ഒളു ചെയ്തു കഴിഞ്ഞാൽ സാധാരണ ഇപ്പൊ ഒളുവിന് ഫർളിനെ വീട്ടുന്നു എന്ന് നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പെടും. അതേസമയം ഇപ്പൊ നിസ്കാരത്തിന് വേണ്ടി ഒളു ചെയ്യുന്നു എന്ന് നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള അമല് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്.
അത് റേഡിയോയിൽ കൂടി ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്താണ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ മൈക്കിലെടുത്ത് ചോദിച്ചാണ്. ഉസ്താദ് അത് മൈക്കിൽ തന്നെ മറുപടി പറയണം, അദ്ദേഹത്തിന് അത് കേൾക്കാൻ വേണ്ടിയാണ്. എന്തായാലും ഞാൻ മൈക്കിൽ റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വുളു ചെയ്യൽ നിർബന്ധമായ ഒരു അമലാണ്. ആ അമല് ഹലാലാവാൻ വേണ്ടി വുളു ചെയ്യുന്നു എന്ന് നിയ്യത്ത് വെച്ച് വുളു ചെയ്താൽ അതുകൊണ്ട് എല്ലാം സഹിയാകും, അതുകൊണ്ട് എല്ലാം പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ നിസ്കരിക്കാൻ വുളു നിർബന്ധമാണ്, അല്ലെ? നിസ്കരിക്കാൻ വുളു നിർബന്ധമാണ്. അതുപോലെ തവാഫ് ചെയ്യാൻ വുളു നിർബന്ധമാണ്. അതുപോലെ തന്നെ ഖുർആൻ തൊടാൻ വുളു നിർബന്ധമാണ്. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു? ഞാൻ നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു എന്നോ, അല്ലെങ്കിൽ തവാഫ് ചെയ്യാൻ വേണ്ടി വുളു ചെയ്യുന്നു എന്നോ, അല്ലെങ്കിൽ മുസഹഫ് തൊടാൻ വേണ്ടി വുളു ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വുളു ചെയ്തു. എന്നാൽ അതുകൊണ്ട് എല്ലാം പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ തവാഫിന് വേണ്ടി വുളു ചെയ്യുന്നു പറഞ്ഞാൽ തവാഫും പറ്റും, നിസ്കാരം പറ്റും, പിന്നെ മുസഹഫ് തൊടാനും പറ്റും, ഒക്കെ പറ്റും. കാരണം ഇതൊക്കെ വുളു നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ നിർബന്ധമുള്ള കാര്യത്തിന് വേണ്ടി വുളു ചെയ്താൽ, ആ നിയത്തോടു കൂടി വുളു ചെയ്താൽ നിർബന്ധമുള്ള മറ്റു കാര്യങ്ങളും ചെയ്യാം, അതുപോലെ തന്നെ സുന്നത്തായ മറ്റു കാര്യങ്ങളും ചെയ്യാം. നേരെ മറിച്ച് വുളു ചെയ്യാൻ നിർബന്ധമില്ല, സുന്നത്താണ്, അങ്ങനത്തെ അമലാണ്, അത് ചെയ്യാൻ വേണ്ടി പിന്നെ വുളു ചെയ്യുന്ന പറഞ്ഞു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഖുർആൻ ഓതാൻ വേണ്ടി വുളു ചെയ്യൽ എന്താണ്? ഖുർആൻ തൊടാനല്ല, ഖുർആൻ ഓതാൻ വേണ്ടി വുളു ചെയ്യൽ എന്താ? സുന്നത്താ, അല്ലേ? അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടി വുളു ചെയ്യുന്നു, ഉറങ്ങുന്ന സമയത്ത് വുളു ചെയ്യുന്നത് ഞാൻ ഉറങ്ങാൻ വേണ്ടി വുളു ചെയ്യുന്നു എന്ന നെയ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്ത് ഒരാൾ വുളു ചെയ്തത്. അപ്പൊ സുന്നത്തായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് വുളു ചെയ്തത്. അതുകൊണ്ട് ഇനി എന്ത് പറ്റൂല? അതുകൊണ്ട് മറ്റു സുന്നത്തുകളൊക്കെ പറ്റും, നിസ്കരിക്കാൻ പറ്റൂല. ഖുർആൻ ഓതാൻ വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു എന്ന് പറഞ്ഞു, തൊടാൻ വേണ്ടിയല്ല, ഓതാൻ വേണ്ടി. അങ്ങനെ വുളു ചെയ്താൽ ആ വുളു കൊണ്ട് മറ്റ് പിന്നെ എന്തൊക്കെ പറ്റും? ഏത് ഉറങ്ങാൻ ഉള്ള വുളുക്കായിട്ട് പരിഗണിക്കപ്പെടും. പക്ഷെ അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റൂല, തവാഫ് ചെയ്യാൻ പറ്റൂല, മുസഹഫ് തൊടാൻ പറ്റൂല. മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെ? അപ്പൊ എന്തൊരു വിഷയത്തിന് വേണ്ടിയാണോ വുളു ചെയ്യൽ നിർബന്ധമുള്ളത്, ആ വിഷയത്തിന് വേണ്ടി വുളു ചെയ്താൽ പിന്നെ മറ്റ് വുളു ചെയ്യൽ നിർബന്ധമുള്ള കാര്യവും സുന്നത്തായ കാര്യങ്ങളും ഒക്കെ അതുകൊണ്ട് ചെയ്യാവുന്നതാണ്. അതേ സമയത്ത് എന്തൊരു വിഷയത്തിന് വേണ്ടി വുളു ചെയ്യാൻ സുന്നത്തുള്ളത്, ആ സുന്നത്തായ കാര്യം ചെയ്യാൻ വേണ്ടിയാണ് വുളു ചെയ്തതെങ്കിൽ വുളു ചെയ്യൽ നിർബന്ധമുള്ള കാര്യം അതുകൊണ്ട് ചെയ്യാൻ പറ്റുകയും ഇല്ല. മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെ? മറ്റൊരു വിഷയം, ഞാൻ ഒരു ചെറിയ വീടുണ്ടാക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പലിശ കൂടാതെ ആവാൻ ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തരട്ടെ. ആദ്യം നിങ്ങൾക്കൊരു അസ്മ വേണം. ദുആ മാത്രം പോലെ നമുക്കൊരു അസ്മ വേണം. ഞാൻ ഒരിക്കലും കടം വാങ്ങിക്കൊണ്ട്, പലിശന്റെ കടം വാങ്ങിക്കൊണ്ട് എന്റെ വീട് പണി ഞാൻ ചെയ്യൂലാന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് വേണം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് പിന്നെ സാധിക്കണമാർക്കും ചെയ്താൽ മതി. ഉള്ള പൈസക്ക് വീടുണ്ടാക്കുക, എന്നിട്ട് ഫിനിഷിംഗ് വർക്കിനൊക്കെ പിന്നെ സാധിക്കൂല നിൽക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? വീട്ടിൽ താമസാക്കുക. പിന്നീട് എപ്പോഴാണ് പൈസ കിട്ടിയത്, അങ്ങനെ പൈസ ഒക്കെ ഉണ്ടായതിനു ശേഷം മറ്റ് ഫിനിഷിംഗ് വർക്കൊക്കെ അപ്പൊ ചെയ്യുക. ഇപ്പൊ സാധാരണ ആളുകൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പൊ മുറ്റത്ത് മറ്റേ കട്ട പതിക്കലുണ്ടല്ലോ, അല്ലെ? എന്താണ് ഇന്റർലോക്ക്, അതും കൂടിയും കഴിഞ്ഞിട്ട് ഇപ്പൊ ആൾക്കാർ താമസാക്കുള്ളൂ. കാരണം അത്രമാത്രം സൗകര്യം ഉണ്ട് ഇപ്പൊ ആളുകൾക്ക്, അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ സൗകര്യം ഇല്ലാത്ത ആളുകൾ പിന്നെ ബാങ്കിൽ ശരണം പ്രാപിക്കുകയാണ് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കട്ടെ. നല്ലൊരു വീട് ഹലാലായ സമ്പത്ത് കൊണ്ട് നിർമ്മിക്കുവാൻ, കടം കൂടാതെ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.